നമസ്കാരം. ഇന്ന് പങ്കുവെക്കുന്ന വിഷയം നിഖ്യാ സുനകദോസ് ആണ്. നിഖ്യാ സുനകദോസിൻ്റെ 1700ാമത് വാർഷികം ഇപ്പോൾ ലോകമെങ്ങും ആഘോഷിക്കുകയാണ്. AD 325 അറിയോസിൻ്റെ വേദവിരീതത്തിനെതിരായി കുസ്തന്തീനോസ് ചക്രവർത്തി വിളിച്ചുകൂട്ടിയ ഒന്നാമത്തെ സാർവത്രിക സുനകദോസാണ് നിഖ്യാ സുനകദോസ്. അങ്കാറയിൽ കൂടുവാനായിരുന്നു ആദ്യ തീരുമാനം. പക്ഷേ സുനകദോസ് കൂടിയത് ബിഥീന്യയിലെ നിഖായിലായിരുന്നു. പാരമ്പര്യമനുസരിച്ച് AD 325 ജൂൺ മാസത്തിൽ സമ്മേളനം ആരംഭിച്ചു. അറിയോസ് അലക്സാന്ദ്രിയയിലെ സഭയിലെ ഒരു പട്ടക്കാരനായിരുന്നു. പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചതിനാൽ പുത്രൻ ഇല്ലാതിരുന്ന കാലമുണ്ടായിരുന്നു. പിതാവിനോട് നിത്യതയിലും സാരാംശത്തിലും സമനല്ല. മനുഷ്യനേക്കാൾ പുത്രൻ ഉന്നതനാണെങ്കിലും ദൈവത്വത്തിൽ പിതാവിനേക്കാളും താഴ്ന്നവനാണ്. പുത്രൻ സകല സൃഷ്ടിക്കും മുമ്പേ ശൂന്യതയിൽ നിന്ന് പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നിങ്ങനെ അറിയോസ് പഠിപ്പിച്ചു. തുടർന്ന് അലക്സാന്ദ്രിയയിലെ ബിഷപ്പായിരുന്ന അലക്സാണ്ടർ അറിയോസിനെ മുടക്കി. അറിയോസിനെ അനുകൂലിച്ചിരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നതിനാൽ സഭയിൽ ഭിന്നതകൾ ഉടലെടുത്തു. ഇക്കാലയളവിലാണ് കുസ്തന്തീനോസ് തൻ്റെ എതിരാളിയായിരുന്ന ലിസിനസിനെ പരാജയപ്പെടുത്തി റോമൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രവിശ്യകളിൽ അധികാരമുറപ്പിച്ചത്. അത് AD 323 അറിയോസിൻ്റെ ഉപദേശത്തിൻ്റെ പേരിൽ സാമ്രാജ്യം ഭിന്നിച്ചാൽ അപ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി ചക്രവർത്തിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന് ആവശ്യമായ ധാന്യങ്ങൾ ലഭിച്ചിരുന്നത് ഈജിപ്തിൽ നിന്നായിരുന്നു. മതത്തിൻ്റെ പേരിൽ ഈജിപ്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് കുസ്തന്തീനോസ് ചക്രവർത്തി ആഗ്രഹിച്ചു. തൻ്റെ മതകാര്യ ഉപദേഷ്ടാവും ഉറ്റ സുഹൃത്തും സ്പെയിനിലെ കോർദോവയിലെ ബിഷപ്പുമായ ഹോസിയൂസിനെ സമാധാന ദൗത്യമായി ഈജിപ്തിലേക്ക് അയച്ചു. ഹോസിയൂസിൻ്റെ ദൗത്യം പരാജയപ്പെട്ടു. തുടർന്ന് ചക്രവർത്തി സഭയിലെ മെത്രാന്മാരെ വിളിച്ചുകൂട്ടി സുനകദോസിലൂടെ പ്രശ്നപരിഹാരം തേടുവാൻ തീരുമാനിച്ചു. സാമ്രാജ്യത്തിൻ്റെ ചെലവിൽ യാത്ര ചെയ്യുവാനായി തപാൽ കുതിരവണ്ടികൾ ബിഷപ്പുമാർക്കും സഹായികൾക്കും കുസ്തന്തീനോസ് ചക്രവർത്തി വിട്ടുകൊടുത്തു. സുനകദോസിൽ പങ്കെടുത്ത ബിഷപ്പുമാരുടെ കൃത്യമായ എണ്ണം